മൂക്കുത്തിയും ബധിരന് നാദവും മൂകന് നാവുമാവുന്നവൻ. കോടാനുകോടി ഭക്തഹൃദയരുടെ നഗ്നപാദങ്ങൾക്ക് കല്ലിനെയും മുള്ളിനെയും പൂമത്തയാക്കുന്ന ഈ കാനനവാസന് രണ്ട് ദേവചൈതന്യ സംഗമങ്ങളുടെ അത്യപൂർവമായ ഒരു കഥ പറയാനുണ്ട്. അതെ, ലോകസംക്രമങ്ങളുടെ നിരീക്ഷകനും സർവലോക ചരാചരങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ പരിപാലിച്ചു വരുന്ന മഹാവിഷ്ണുവും ഒരു സമയം രൗദ്രഭാവത്താൽ ഉഗ്രമൂർത്തിയും മറ്റൊരു നേരത്ത് ശങ്കരനാമത്താൽ മൃദുല ഹൃദയനുമായ മഹേശ്വരനും ഒന്നിച്ചപ്പോൾ ലോകത്തിന്റെ തന്നെ അന്നദാന പ്രഭു പൂജാതനായ മനോഹരമായ കഥ. ഒരു നാൾ ഭസ്മാസുരന്റെ അതികഠിനമായ തപസ്സിനു മുന്നിൽ കൈലാസനാഥന് പ്രത്യക്ഷപ്പെടേണ്ടി വരുന്നു. ആരുടെ മൂർധാവിലാണോ തന്റെ വിരൽ സ്പർശം ഏൽക്കുന്നത് അവൻ ആ നിമിഷം ഭസ്മമായി തീരണമെന്ന് വരം ഭസ്മാസുരന് വേണ്ടി മഹേശ്വരന് നൽകേണ്ടി വരും. കുടിലതന്ത്രജ്ഞനും സ്വാർത്ഥനുമായ ഭസ്മാസുരൻ തനിക്ക് നൽകിയ വരം പരീക്ഷിച്ചു നോക്കാനെന്ന ഭാവേന ശിവന്റെ തന്നെ തലയിൽ തൊടുന്നതിന് ശ്രമിക്കുന്നു. അപകടം മനസ്സിലാക്കിയ മഹാദേവൻ തന്റെ വരഫലത്തിന്റെ പരിണാമഗുപ്തിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ശരണം തേടിയെത്തുന്നു മഹാവിഷ്ണു സവിധത്തിൽ. മഹാദേവനെ ദുർഘടാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനായി മഹാവിഷ്ണു സ്വയം അതിമനോജ്ഞയായ മോഹിനി വേഷത്തിൽ എത്തുന്നു. Dimi tam, dimi tataka dina tam, tari tari
ധീം ധണ ധണത തോം ഝണു ഝണു തനം ധിമി ധിമിത തരി തരി തരിത ധണ ധണ ധണത ഝണു 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 ത ധിമി ധിമി ധിമിത തരി തം ധണതം ഝണു തം ധിമിതം ധിമിതം ഝണു തം ധണതം തരിതം തരിതം ധണതം ഝണു തം ധിമിതം ധിമിതം ഝണു തം ധണതം തരിതം കിടതക തരികിടതം 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 കക്കദിക്കു കിടതക തരികിടതം കിടതക തരികിടതം മോഹിനിയുടെ മോഹവലയത്തിൽ പെട്ടുപോയ ഭസ്മാസുരനും സ്വയം മറന്ന് ഉടമ്പടി കാത്തു സൂക്ഷിച്ച് മോഹിനിയെ സ്വന്തമാക്കാനുള്ള അതിമോഹത്താൽ അവനും സ്വന്തം ശിരസിൽ ചൂണ്ടുവിരൽ വെച്ചുകൊണ്ട് മോഹിനിയുടെ മുദ്രകളെ അനുകരിക്കുമ്പോൾ ഭസ്മാസുരൻ ഒരു പിടിച്ചാരമായി വീഴുന്നു. മഹാദേവനും സമസ്ത ലോകങ്ങളും ആശ്വാസ നിശ്വാസങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ മോഹിനിയുടെ അത്യപൂർവ ഭംഗിയാൽ വശീകരിക്കപ്പെട്ട മഹാദേവനും മോഹിനിയും ഒരു നിമിഷം സംഗമിക്കുന്നു.